ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രിപ്പ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തതൊക്കെ തലേദിവസം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഡേ ട്രിപ്പ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ആവശ്യമുള്ള സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു പെയർ ഓഫ് ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാനിറ്ററി പാഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ തണുക്കണതിന് വേണ്ടി നമ്മൾ ക്യാപ്പും ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ടിഷ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ടവലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വിക്സ്, ആവശ്യത്തിനുള്ള മെഡിസിൻസ് അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വെറ്റ് വൈപ്സും ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ അതേ രാവിലെ നമ്മൾ എണീച്ച് ഫ്രഷ് ആയത് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ വണ്ടിയുടെ അവിടേക്ക് പോവാണ്. അപ്പോൾ നമ്മളൊരു പുലർച്ചെ 3:30 ആ സമയമൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. നമ്മൾ ട്രാവലറിലാണ് പോയത്. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയിൽ കയറാൻ പോവാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി എല്ലാവരും ഒന്ന് സീറ്റിംഗ് ആവാൻ തിരക്കിലാണ്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ എല്ലാവരും ഒന്ന് സെറ്റായി. അങ്ങനെ നമ്മളതേ മൂന്നാർ എത്തിയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിമാലിയൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിച്ചു. ഞാനെപ്പോഴേക്കും ഒരു വിധം സൈലൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നാമത് മോഷൻ സിക്നസ് ഒക്കെ ഉള്ളതാണ്. അപ്പം അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 2-3 പ്രാവശ്യമൊക്കെ വോമിറ്റിംഗ് കഴിഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ ക്ലിപ്സും ഫുൾ വീഡിയോ ഒന്നും ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇനി നമ്മുടെ സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഇരവികുളം നാഷണൽ പാർക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറി ടിക്കറ്റൊക്കെ എടുത്തു. അവിടെ അഡൾട്ട്സിന് 200ഉം ചിൽഡ്രൻസിന് 150 എന്തോ ആയിരുന്നു കേട്ടോ. പിന്നെ ജീപ്പേ മാത്രമേ ഉള്ളൂ, ക്യാഷൊന്നും ഇല്ല. ജീപ്പേ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റേഞ്ച് ഇല്ല. അപ്പോൾ അവിടുത്തെ വൈഫൈ കണക്ട് ചെയ്തിട്ട് വേണം ജീപ്പേ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നല്ല ടൈം പോയത് നമുക്ക് അവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഭയങ്കര വലിയ ക്യൂ ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മൾ ബസ്സിൽ കയറുകയാണ്. ഇവിടുന്ന് നമുക്ക് ബസ്സിൽ 4 കിലോമീറ്ററും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു സ്പോട്ടിൽ കൊണ്ട് ഇറക്കും അവർ. അതിനുശേഷം നമുക്ക് 2 കിലോമീറ്റേഴ്സ് എന്തോ നടക്കാനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണിത്. ഒരു ചെറിയ മഴ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവർ നമ്മളെ സ്പോട്ടിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആനമുടി പീക്ക്, ഹൈയസ്റ്റ് പീക്കാണ്. എന്നിട്ട് നമ്മൾ കുറേ ആൾക്കാരൊക്കെ കയറി, കുറേ ആൾക്കാരൊന്നും കയറിയില്ല. ഞാനൊക്കെ ഫുള്ള് കയറിയായിരുന്നു കേട്ടോ. അത് നടക്കാനുള്ള ഫുൾ നമ്മൾ ആ എൻഡ് വരെ കയറിയിട്ടുണ്ടായിരുന്നു. താറിനൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് അത് മുഴുവൻ കയറിയത്. പക്ഷെ ഒരു താറിനെയും കണ്ടില്ല, ഒരു തേങ്ങനെയും കണ്ടില്ല. വെറുതെ കുറേ അതുവരെ കയറി. അതുപോലെ തന്നെ തിരിച്ച് ഇത്രയും ഇറങ്ങേണ്ടി വന്നു. പക്ഷെ ആ പോണ വഴിക്കുള്ള ഇതുപോലെയുള്ള ചില കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല കിടിലം വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. അതിനുശേഷം നമ്മൾ പോയത് മാട്ടുപ്പെട്ടി ഡാമാണ്. പിന്നെ ഇക്കോ പോയിന്റ് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഷൂട്ടിംഗ് പോയിന്റ് പോയി. പിന്നെ ടീ എസ്റ്റേറ്റ് പോയി. ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി, എന്തോ ഗാർഡൻ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഞാൻ സൈഡായതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞൊരു മന്തി കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.